കൈ കയറിയുണ്ട്. അറിഞ്ഞില്ല സംഭവം, ഞാൻ അറിഞ്ഞില്ല. തോണ്ട അവിടെ പിന്നെ അവൻ്റെ 2-3 മതി. തിരുന്നനെ പിടിക്കാം. അതൊക്കെ ബക്കറ്റൊക്കെ നിറഞ്ഞു. ഇനിയാ ഇവിടെ ചാകരയാണ്. കാണാം ധൈര്യമായിട്ട് പിടിച്ചോ. പറ കൊടുത്തന്നാ കിട്ടി ഉണ്ട്. അയ്യോ മീൻ പിടിക്കാൻ നിൽക്കാൻ ഫോണ് പോയി കിട്ടണം. മീൻ അറിഞ്ഞൂടാ. വിനോദ് അങ്ങനെ പേരെന്ന് പറഞ്ഞതേ ഉള്ളൂ. മണൽ വായിച്ചാലും മണൽ മരുഭൂമികൾ മണ്ണ് വായിക്കാൻ പൈസ ചൂണ്ട മാറ്റി. എനിക്ക് മീൻ പിടിക്കാൻ സമയം ഞാൻ ക്യാമറ മാറ്റിയില്ല. ഞാൻ ക്യാമറ അവിടെ തന്നെ വച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് പിടിച്ചോ. നമുക്കറിയാം. ഇതുണ്ട് 5 കിലോ ചാകര ഞാൻ തന്നെ പിടിച്ചത്. കൈനീട്ടം നിങ്ങളായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ചാകരായിരുന്നു. പിടിക്കണ്ട. ക്യാമറ ഓൺ ചെയ്യുന്ന ധൈര്യമായിട്ട് പഠിച്ചോണ.
പിടിക്കാനല്ല വലുതട. അജയണ്ണ വീണ്ടും വീണ്ടും കരുത്ത് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. വിനോദ് വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ക്യാമറമായി ഞാൻ എന്തൊക്കെ ചെയ്യണോടേ. ക്യാമറ കൈ കിട്ടിയ വൻ ചാകര. വിനോദ് വീണ്ടും കരുത്ത് കളിച്ചേക്കാണ്. പോരട്ടെ പോരട്ടെ. എന്നാ പിന്നെ അത് കാണണമില്ല. ചടിക്കോ? പിന്നെ എല്ലാം ആക്റ്റീവാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചോ. ഒന്ന് കാണിടേനോ പൊക്കി. കീറി. ഓ ചോര. ബ്ലഡ് കണ്ടൂടാ നീ എടുത്തോ. പിടിക്കല്ലേ ഞാൻ കൈ കഴുകിയിട്ട് വരാം. കണ്ടൂടാ പിടിച്ചോ. അങ്ങനെയുണ്ട് വലുപ്പം നോക്ക്. നമ്മളൂടെ പോകട്ടെ. അജയണ്ണ രണ്ടെണ്ണമാണ് പിടിച്ച ഒറ്റ ചൂണ്ടയിൽ. ഇല്ല മീന് ജമ്പ് ചെയ്തൊക്കെ ഉണ്ടായി. എയിം കിട്ടൂലേ? ഞാഞ്ഞൂല ഇതാ കൊള്ളാല്ല. വിനോദ് ഞാൻ കുരുക്കല്ലേ ഇനി കുരുക്കല്ലേ ഞങ്ങൾക്ക് കുരുക്കല്ലേ അങ്കൂസിനൊക്കെ തീ പിടിച്ച പോലെയാണ്. പല്ല് നോക്ക്. പല്ല് നോക്ക്. പല്ല് കണ്ടോ? പല്ല് കണ്ടോ? തല എടുക്കട്ടെ. എല്ലാരും കൂടെ വട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ആവും.
വിളിക്കണ്ടായിരുന്നോ? നിങ്ങൾ അഗ്രസീവായിട്ട് നിൽക്കണം. ഇത് വെള്ളാട്ടാ. ശരി. ഇത് വേറെ ആണല്ലേ? മറ്റേ ഷെയറല്ല. അതൊക്കെ അങ്ങോട്ട് പോയി. അവന് ഷെയർ കിട്ടിയത്. എനിക്ക് വേണോ വെള്ളം കുടിക്കാൻ സമയം തന്നില്ല. ഇത് രണ്ടാമത്തെ ഇത് തന്നെ കേട്ടാ. അടുത്ത മൂന്നാമത് വീണ്ടും ഇടണം. ഒരു ഫിലിം രണ്ടായി. രണ്ടെണ്ണ അടുത്ത മൂന്നാമത് ഇടണേ. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം കുറച്ചേ ഉള്ളൂ. എന്നാലും ഇടാം. ആൾക്കാർക്ക് പറഞ്ഞ കിട്ടണമെങ്കിലാണ്. ചിലപ്പോ ബിരിയാണി കൊടുത്താലാ. പക്ഷെ എങ്കിലും ഇത്രയും മീൻ പിടിച്ചോണ്ടിങ്ങനെ അജയണ്ണന്റെ അടുത്ത് പറഞ്ഞത് മോശമായി കേട്ടാ. അണ്ണ ഇതിന് കൊഞ്ചെടുക്കല്ലോ. മുൻപെടുത്തോണ്ട് പോയാൽ രണ്ട് ഒരുമിച്ച് എടുത്തോണ്ട് ചാകരയോട് ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട കെട്ടിരുന്നു. അണ്ണാ സാഗർ ഏലിയസ് ജാക്കിയല്ലണ്ണ, സാഗറി. മീന് അയ്യോ ചൂണ്ട നല്ല കെട്ട് വീണ് കേട്ടോ. അത് മീനിനെ അളക്കുക, എന്നിട്ട് നോക്കാം. നേരത്തെ പിച്ച ഓർഡർ കേട്ടോ കവറിനകത്ത് ഇറക്കും. ഇന്ന് ആവശ്യക്കാരൊക്കെ മീൻ എടുത്തോളണം. ഞാൻ എടുക്കും. വിനോദം വിനോദം പോയി. അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പി സൂപ്പി പാടിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. ഒരാള് മീനിന് വേണ്ടിയുള്ള തപ്പല്ലാണ്. അല്ല വിനോദം തപ്പ ഇവിടെ വേറെ രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ വീഡിയോ ഓക്കെ. എല്ലാം ഷൂട്ടിങ്ങിലാണ്. എടാ ഇത് മറ്റേ നേരത്തെ സാധനം ചുണ്ടനാ. ഇതിന്റെ പേരെന്തോന്ന്? വൃത്താനാ? വൃത്താനായാലും ശരി മൂർത്തനാണെങ്കിൽ. വിനോദണ്ണ അപ്പുറത്തൊന്ന് കൊഞ്ചെടുത്തോണ്ട് വന്നിട്ട് മുതലായല്ല. കൊല്ലുവെങ്കേ ഒന്നാമത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൽ നിറയെ മീനുണ്ട്. നമുക്ക് ഇരയായി കൊരുക്കാൻ സാധനമില്ല. കാരണം 2 കിലോ ചെമ്മീൻ ഓൾറെഡി നമ്മൾ തീർന്നു. ഇത് കണ്ട ഒരു ബക്കറ്റ് ഫുൾ സാധനമാണ്. അതെ ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. സംഗതി ഇങ്ങനെ എയറിലാണ് സാധനം. അണ്ണാ ചെമ്മീൻ ഇങ്ങ് വാങ്ങിച്ചോണ്ണ. മറ്റേ ഗുണ്ടായിസത്തിലൂടെ എടുത്താൽ നമുക്ക് മീൻ കിട്ടുന്ന ദിവസമല്ലോ നമുക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ല അല്പമൊക്കെ ഗുണ്ടായിസൊക്കെ കാണിച്ചൊന്ന് റിലാക്സ് ആവണ്ണ. പിന്നല്ലാതെ ആ ഗോഡൗണിനകത്ത് കിടപ്പുണ്ട്. അത് അങ്ങ് അത് ഉള്ളി കിടക്കണം സാധനം. എൻ്റെ കൊഞ്ച് കടയല്ല എനിക്ക് വേണം. കൊഞ്ച് തരില്ല. വാലിട്ട് ഇതാക്കണം. മീനിന്റെ വാലിട്ട് മീനിനെ പിടിച്ചു മതി. മീനിന്റെ വാല് കൊടുത്തിട്ട് മീനിനെ പിടിച്ച്. ടെക്നിക്ക് കണ്ട 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 പറ്റൂല. ഇതൊരു ടെക്നിക്കാണ്. ഇതൊരു ടെക്നിക്കാണ്, മനസ്സിലായില്ലേ? ഈ മീൻ പിടിക്കാന്ന് പറഞ്ഞത് വിനോദം അത്ര ഈസി. നീ ആ ടെക്നിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കരുത്. ടെക്നിക്ക് പറഞ്ഞു തരുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. മീന് വിനോദിനെ കടിച്ചിരിക്കുന്നു.
അത്തള പുത്തള തവളാച്ചി മീനും വന്ന് വിളക്കൂതി മണിക്കുട്ട കണ്ടൂസേ. ഇതിനെ എവിടെ വെക്കണോ? അവിടെ ഇടേ ഫുൾ ലോഡായാണ് ഇത്. എന്ത് ഇത് ടെമ്പറേച്ചർ ആയിക്കണം. ചെമ്മീൻ അതേപോലെ ഉണ്ട് കേട്ടോ. തിരിച്ചെടുത്തോ? തിരിച്ചെടുത്തോണോ? ചെമ്മീൻ ഇവിടെ പോയല്ല, ഇവിടെ എവിടെ പറഞ്ഞപ്പോഴേ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് മീനാണ് കേട്ടോ. ലാസ്റ്റ് ചൂണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഇട്ടത്. ഒരു മീനൂടെ പിടിച്ചിട്ടാ പോകും. അതെ, ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ മാനത്ത് പടക്കുന്ന മീനിനെ പൊക്കിക്കൊണ്ട് ജോസ്മോൻ ഫ്രം, അത് ഞാനല്ലേ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പറഞ്ഞേ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട്. അതിൻ്റെ മുന്നിൽ നിൽക്കണ ആരും ഞാൻ ഓർത്തില്ല. എൻ്റെ അതെ, അപ്പോൾ പിന്നെ വിനോദണ്ണ അണ്ണ ഫോണ കളഞ്ഞിട്ട് ഇതൊക്കെ കണ്ട. ഇന്നത്തെ മീൻ പിടുത്തത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം ചോദിക്കാനുള്ള നിങ്ങളടുത്താണ് പറഞ്ഞു ഞങ്ങൾ.